നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. വായനാ ദിനത്തോടനുബന്ധിച്ച് ഒരു പ്രത്യേക പരിപാടിയിലേക്കാണ് നാം ഇപ്പോൾ കടക്കുന്നത്. ഞാൻ ഷാർബിൻ സന്ധ്യാവ്. നമ്മളോടൊപ്പം ഇന്ന് ചേർന്നിരിക്കുന്നത് പ്രമുഖ എഴുത്തുകാരനായിട്ടുള്ള KA സെബാസ്റ്റ്യൻ, അതുപോലെ തന്നെ കേരളത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരനായിട്ടുള്ള PJJ ആന്റണി, അധ്യാപകനും എഴുത്തുകാരനുമായ ഡോക്ടർ സുനിൽ മർക്കോസ് എന്നിവരാണ്. നമുക്ക് ഈ മഹത് വ്യക്തികളുടെ റേഡിയോ നെയ്തലിന്റെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. നമസ്കാരം KA സെബാസ്റ്റ്യൻ. നമസ്കാരം. നമുക്ക് വായനാ ദിനം ജൂൺ 19 നമ്മൾ ആചരിക്കുകയാണ്. വായനയിലൂടെ കടന്നു വന്നിട്ടുള്ളവരാണ് എഴുത്തുകാരെ ഭൂരിഭാഗം പേരും, അല്ലെങ്കിൽ എഴുത്തുകാരെല്ലാവരും എന്ന് വേണമെങ്കിൽ പറയാം. KAയുടെ ജീവിത പശ്ചാത്തലം ഒരു നാട്ടുംപുറത്തായിരുന്നു. ഒരുപാട് വായനയുടെ ഒരു പശ്ചാത്തലം ഒരുങ്ങുന്ന ഒരു ഗാർഹിക പരിതസ്ഥിതി അവിടെ ഉണ്ടായിട്ടില്ലെന്നാണ് KAയുടെ എഴുത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. പിന്നെ വായിക്കാനും പുസ്തകങ്ങൾ കണ്ടെത്താനും എങ്ങനെയാണ് KAയുടെ കുട്ടിക്കാലത്ത് സാധിച്ചിരുന്നത്? നമ്മള് വല്ലഭന് പുല്ലും ആയുധം എന്ന് പറയുന്ന പോലെ നമ്മുടെ വീട്ടില് മുളകും മല്ലിയും വാങ്ങിക്കൊണ്ടുവരുന്ന കുമ്പിള് കുത്തിയ ഒരു കഷ്ണം കടലാസ് പോലും ഈ വായനയോട് താല്പര്യമുള്ള ഒരാൾക്ക് ചിലപ്പോൾ വലിയ സംഭവമായിരിക്കും. ഞാൻ അങ്ങനെ ഈ ഞങ്ങളുടെ വീട്ടിൽ എന്തോ പഞ്ചസാരയോ മറ്റോ കൊണ്ടുവന്ന് വലിയൊരു കുമ്പിൾ കുത്തിയ ഒരു പേപ്പറിൽ നിന്നാണ് MB നാരായണപിള്ളയുടെ ഒരു കഥ വായിക്കുന്നത്. ആ കഥ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അതായത് ഒരു ഗർഭിണിയായ സ്ത്രീ, അന്ന് പഴയ കാലമാണ്, ഇന്നത്തെ പോലെ കറന്റോ അതുപോലുള്ള സംഭവങ്ങൾ ഇല്ലാത്തൊരു നാട്ടിൻപുറത്തുള്ള സംഭവം. ഒരുപാട് ഈ പിശാചുക്കളുടെയും പക്ഷികളുടെയൊക്കെ കഥ കേൾക്കുന്നുണ്ട്. ഗർഭിണികളായ സ്ത്രീകളെ ആകർഷിക്കുവാനും അവരുടെ കുഞ്ഞിനെ കൊല്ലാനൊക്കെ വരുമെന്നുള്ള ഒരുപാട് കഥകളുണ്ട്. അങ്ങനെ അവർ ഈ അരി പാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ, മുറത്തിലിട്ട് അരി പാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ജന്തു ഓടി വരുന്നതും അവരെ തട്ടിമറിക്കുന്നതൊക്കെയാണ് ഈ കഥയുടെ പ്രമേയം. അത് MB നാരായണപിള്ളയാണ് എഴുതുന്നത്, എനിക്ക് എപ്പോഴും അറിയില്ല. അപ്പൊ ഇത് ഞങ്ങളുടെ വീട്ടിലെ അമ്മ പറഞ്ഞത് കേട്ടിട്ടുണ്ട്. ഇങ്ങനെ ഗർഭിണിയായ സ്ത്രീകളുടെ ഈ കുഞ്ഞുങ്ങളോട് അതിന്റെ രക്തമാംസങ്ങളോടൊക്കെ ആർത്തിയുള്ള ചില ജീവികൾ ഉള്ളതായിട്ടൊക്കെ ഇങ്ങനെ അമ്മയും കണ്ടിട്ടുള്ളതൊന്നുമല്ല, അമ്മയുടെ അമ്മയും കണ്ടിട്ടൊന്നും അറിയാൻ പാടില്ല. ഇങ്ങനെ പരമ്പരയാ കേട്ടിട്ടുള്ള കഥകളുണ്ട്. അതുകൊണ്ട് ആ സമയത്ത് പോവുക. അതുപോലെ ഈ പുള്ള് തല്ലും എന്നൊക്കെ പറയുന്നത്, ഈ ഗർഭിണിയായ സ്ത്രീ പുറത്തു നിന്ന് കഴിഞ്ഞാൽ പുള്ള് തല്ലും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഈ കഥകൾ കേട്ടിട്ടുള്ള ഒരു സംഭവമുണ്ട്. ഇത്തരം കഥകളാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ വായിച്ച കഥകളെക്കാളും ഈ കഥകളുടെ ഒരു ലോകത്തേക്ക് എന്നെ ആകർഷിച്ചിട്ടുള്ളത് ഇത്തരം സംഭവങ്ങളാണ്. ഇപ്പൊ മിനിഞ്ഞാന്ന് ഞങ്ങളുടെ പള്ളി പെരുന്നാളായിരുന്നു. അപ്പൊ ആന്റണി ടോപ്പോൾ അച്ഛൻ പ്രസംഗിച്ചപ്പോഴേക്കും ഈ അന്തോണീസ് പുണ്യാളനെ ഭക്തിയെ പ്രലോഭിപ്പിക്കാൻ വേണ്ടി പിശാച് വരുന്നൊരു കഥ പറഞ്ഞു അവിടെ. ഈ കഥ എന്റെ വല്യമ്മച്ചി, അതായത് എന്റെ അച്ഛന്റെ മൂത്ത സഹോദരി എന്നോട് പണ്ടേ പറഞ്ഞിട്ടുള്ള കഥയാണ്. അപ്പൊ ഈ കഥകളൊക്കെയാണ് നമ്മളെ ഇങ്ങനെ വായനയിലേക്ക് പ്രേരിപ്പിക്കുന്നത്. എന്റെ കുട്ടിക്കാലത്ത് ഞങ്ങളുടെ വീട്ടിലുണ്ടാകുന്ന രണ്ട് പുസ്തകങ്ങളാണ്. ഒന്ന് പ്രാർത്ഥന പുസ്തകം, പിന്നെ ഒന്നൊരു ചെറിയൊരു പുസ്തകമാണ്. ആ ചെറിയ പുസ്തകത്തില് എല്ലാ രാജ്യങ്ങളുടെയും ഒരു ബ്രീഫായിട്ടുള്ള ഒരു കാര്യങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെയാണ് ഈ ലോകത്തിലുള്ള രാജ്യങ്ങളെ കുറിച്ചൊക്കെ, റഷ്യ, അമേരിക്ക, ബ്രസീൽ, വിയറ്റ്നാം, ഈ രാജ്യങ്ങളെ കുറിച്ചൊക്കെയുള്ള കുറച്ച് സ്വഭാവം. അപ്പൊ എനിക്ക് ആ കുട്ടിക്കാലത്ത് തന്നെ ഞാൻ ഈ ഒരു 3ാം ക്ലാസ് പഠിക്കുമ്പോൾ തന്നെ ഈ രാജ്യങ്ങളെ കുറിച്ചൊക്കെ എനിക്ക് ധാരണയുണ്ട്. എന്റെ അച്ഛനും ഞങ്ങളുടെ നാട്ടിലെ ഒരു സ്ഥിരം ചെത്തുതൊഴിലാളിയായിരുന്ന ഒരു വിശ്വനാഥൻ ചേട്ടനും കൂടെ കടപ്പുറത്തിരുന്ന് സംസാരിക്കുമ്പോഴാണ് ഈ വിയറ്റ്നാം എന്ന് പറയുന്ന ഒരു രാജ്യത്തെ കുറിച്ച് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. ഈ വിശ്വനാഥൻ ചേട്ടൻ സംസാരിക്കുമ്പോഴേക്കും ചില വാക്കുകളുടെ ചില പ്രത്യേകത ഉണ്ട്. അപ്പൊ വിയറ്റ്നാം എന്ന് പുള്ളി പറയുന്നത് കേൾക്കാൻ ഭയങ്കര രസമാണ്. അതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. അങ്ങനെയാണ് ഞാൻ ഒരു കഥയ്ക്ക് വിയറ്റ്നാം എന്ന് പോലും പേരിടുന്നത് അവരുടെ സ്നേഹം കൊണ്ടാണ്. കാരണം ഇവർ രണ്ടുപേരും അത്ര വിദ്യാഭ്യാസമുള്ള മനുഷ്യനല്ല. എന്റെ അച്ഛൻ 3ാം ക്ലാസ്സുകാരനാണ്. അങ്ങേര് ഈ പാട്ടുകച്ചേരിക്കൊക്കെ മൃദംഗം വായിക്കുന്ന ആളായിരുന്നു. ഏതായാലും ചെത്തുകാരനാണെങ്കിൽ പോലും മക്കളൊക്കെ വിദ്യാഭ്യാസം കൊടുത്ത അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ കണ്ടുകൊണ്ടാണ് നമ്മളിങ്ങനെ വരുന്നത്. ഏതാണ്ട് 10ാം ക്ലാസ് വരെ പിന്നെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു ഈ പ്രാർത്ഥനാ പുസ്തകത്തിൽ അതിൽ രസമുണ്ട്. അതിൽ നമുക്ക് ഇഷ്ടമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പടങ്ങളുണ്ട്. 14 സ്ഥലങ്ങളിലെ പടങ്ങളുണ്ട്. നരകത്തെക്കുറിച്ചുള്ള ഒരു ആരുടെ ഒരു സങ്കല്പമുണ്ട്. പഴുതാരയും തേളും ഒക്കെ വരുന്നതായിട്ട് ഹൃദയത്തെ ഉള്ള ഒരു സംഭവമൊക്കെ ഉണ്ട്. എന്റെ ഈ പടവുമായിട്ട് പൊരുത്തപ്പെടുന്നതാണ് സാർവജോദാരിയുടെ ഒരു പെയിന്റിംഗ് ഉണ്ട്. അതായത് അന്തോണീസ് പുണ്യാളന് ലഭിച്ച ഒരു പ്രേതാനുഭവം എന്ന് പറഞ്ഞൊരു പെയിന്റിംഗ് ഉണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട സംഭവമാണ് ഈ സംഗതി. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ചില ചെറിയ ചെറിയ സംഭവങ്ങളാണ് നമുക്ക് കിട്ടിയിട്ടുള്ള സ്പാർക്ക് എന്ന് പറയുന്നത്. ഈ പ്രാർത്ഥന പുസ്തകം ഞാൻ എപ്പോഴും വായിക്കുമായിരുന്നു. ഞങ്ങളുടെ വീട്ടിലെ വണക്മാസ പുസ്തകത്തിന്റെ ദൃഷ്ടാന്ത കഥയൊക്കെ ഞാൻ ഇങ്ങനെ വായിച്ച് ഹൃദയസ്ഥമാക്കുക മാത്രമല്ല, അതിൽ നിന്ന് വാക്കുകൾ പോലും ഞാൻ തിരഞ്ഞെടുക്കുമായിരുന്നു. അങ്ങനെയൊക്കെ രസം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ കേരളത്തിലെ മൈക്രോസ് കോളേജ് ചെല്ലുമ്പോഴാണ് എന്റെ ജീവിതത്തിലെ നല്ലൊരു കാലം ആരംഭിക്കുന്നത്. അതുപോലെ ഞാനൊരു പഠിപ്പിസ്റ്റായിരുന്നു.
എനിക്ക് 10ാം ക്ലാസ്സിലൊക്കെ നല്ല മാർക്കുണ്ട്.